സ്നേഹവീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എആർ ട്രേഡേഴ്സ്. പെയിന്റ് ആൻഡ് ഹാർഡ്വെയർസിന്റെ വർണ്ണ വിസ്മയ ലോകം. ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ. വീടുകൾ മനോഹരമാക്കാൻ ബർജർ പെയിന്റിന്റെ വർണ്ണ വിസ്മയ ലോകം തീർത്തുകൊണ്ട് എആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. എആർ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ, പഴയന്നൂർ ഹൈസ്കൂൾ റോഡ്, എആർ കോംപ്ലക്സ്. ഭീതിജനകമായ സ്കൂൾ യാത്ര. മായന്നൂർ സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഭയാശങ്കയിൽ. തിരുവില്ലാമല കുത്താമ്പുള്ളിയിൽ നിന്നും മായന്നൂർ ഭാഗത്തേക്കുള്ള സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഇന്നും യാത്ര ചെയ്യേണ്ടി വരുന്നത് തോണിയിലാണ്. ബസ്സിൽ പോകേണ്ടി വന്നാൽ 3ഓളം ബസ് മാറിക്കയറി വേണം മായന്നൂർ സ്കൂളിലെത്താൻ. അതിനുവേണ്ടി വരുന്ന സമയവും പണവും ലാഭിക്കാനാണ് ഈ തോണിയിലൂടെയുള്ള അപകടയാത്ര. കുത്താമ്പുള്ളിയിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം പുഴയ്ക്കപ്പുറമുള്ള സ്കൂളിലേക്ക് എത്താനാണ് വിദ്യാർത്ഥികൾ തോണിയിൽ യാത്ര ചെയ്യുന്നത്. വർഷങ്ങളായി കുട്ടികൾ ഇത്തരം അപകടയാത്ര നടത്തുന്നുണ്ട്. തോണി കടത്തുകാരനായ ഉണ്ണിക്കുട്ടൻ 5 രൂപ മാത്രമാണ് ഒരു കുട്ടിയിൽ നിന്നും ഈടാക്കുന്നത്. പല കുട്ടികളും പണം തന്നെ നൽകാറില്ലെന്നും സ്വന്തം മക്കളെ പോലെ കണ്ട് ഒരു സേവനം എന്ന രീതിയിലാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നതെന്ന് ഉണ്ണിക്കുട്ടൻ പറയുന്നു. എന്തോ പോട്ടെ, നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്കൂൾ ബസ് പോകുന്നുണ്ട്. ആ വരുന്ന കുട്ടികൾക്കും സുഖമില്ലുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊണ്ട് നോക്കണം. ഇവിടെ 2 മിനിറ്റല്ലേ വേണ്ടു. അങ്ങനെ സ്കൂൾ പൂട്ടുന്നവരങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു കുട്ടിക്ക് സുഖമില്ലുണ്ട് പേടേന്ന് കൊടുന്നു പറഞ്ഞു കൂട്ടിട്ട് പോയി ചെയ്യാൻ. ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് അസുഖം വന്നാൽ വഞ്ചിയിൽ തന്നെ മറുകര എത്തിക്കുന്നതും ഉണ്ണിക്കുട്ടനാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് വീടെത്തിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ അപകടയാത്രയ്ക്ക് വിദ്യാർത്ഥികൾ തയ്യാറാവുന്നത്. കൊണ്ടാടി പഞ്ചായത്തിലെ കൊണ്ടാടി വില്ലേജിനെയും തിരുവില്ലാമല പഞ്ചായത്തിലെ കണിയാർകോട് വില്ലേജിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പദ്ധതിയിൽ സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ 33 കോടി 14 ലക്ഷം രൂപ അനുവദിച്ച പാലം പണി നടന്നുവരികയാണ്. അത് പൂർണ്ണമാവാത്തതുകൊണ്ടാണ് ഈ ദുരവസ്ഥ വിദ്യാർത്ഥികൾക്ക് വേണ്ടിവരുന്നത്. വഞ്ചിയുടെ അടുത്തേക്ക് പോകണമെങ്കിലാകട്ടെ പന്നിക്കൂട്ടം ഏറെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെ നടക്കേണ്ടതുണ്ട്. പന്നികളുടെ ആക്രമണ ഭീഷണിയും കുട്ടികൾ നേരിടുകയാണ്. വിദ്യാർത്ഥികൾക്ക് പാലത്തിലൂടെ നടന്നു പോകാനുള്ള സംവിധാനമെങ്കിലും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCV ന്യൂസ്, തിരുവില്ലാമല.